ഒരു ദിവസം ഒരു യുവാവ് ചാണക്യനെ സമീപിച്ചു. അവന്റെ മുഖത്ത് നിരാശയുടെ മേഘങ്ങൾ, കണ്ണുകളിൽ കണ്ണീർത്തുള്ളികൾ. ഗുരുവേ, എനിക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. എന്റെ സ്വപ്നങ്ങളെ എല്ലാവരും പരിഹസിക്കുന്നു. എന്റെ കഴിവുകളെ അവഹേളിക്കുന്നു. എന്നെ താഴ്ത്തി പറയുന്നവർ മാത്രമേ എനിക്ക് ചുറ്റുമുള്ളൂ. ഞാൻ എന്തു ചെയ്യണം? ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവാവിനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഒരു വജ്രമുണ്ടെന്ന് കരുതുക. അത് മണ്ണിലേക്കെറിഞ്ഞാൽ അതിന്റെ വില കുറയുമോ? യുവാവ് ആശയക്കുഴപ്പത്തോടെ നോക്കി. അല്ല ഗുരുവേ, വജ്രം എവിടെ കിടന്നാലും അതിന്റെ വില മാറില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ നിന്നെ എന്തിനു ബാധിക്കണം? നീ ഒരു വജ്രമാണ്. നിന്റെ വില നീ തന്നെ നിശ്ചയിക്കുന്നതാണ്, മറ്റുള്ളവരല്ല. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നു. നമ്മുടെ ശക്തിയെ തളർത്താൻ ശ്രമിക്കുന്നവരെ, നമ്മുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നവരെ, നമ്മുടെ കഴിവുകളെ സംശയിക്കുന്നവരെ നേരിടേണ്ടി വരുന്നു. എന്നാൽ ഇത്തരം ആളുകളെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നാം നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴിതെറ്റുന്നു. ചാണക്യൻ, ഭാരതീയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും ചിന്തകനും, നമുക്കീ യാത്രയിൽ വെളിച്ചം കാട്ടുന്ന നിരവധി തത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ചാണക്യന്റെ ജീവിതം തന്നെ ഒരു പ്രചോദനമാണ്. ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ശാരീരികമായി അത്ര ആകർഷകനായിരുന്നില്ല. അക്കാലത്തെ രാജകീയ സഭകളിൽ അദ്ദേഹത്തെ അപമാനിക്കുകയും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദരാജാവ് അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ ചാണക്യൻ തളർന്നില്ല. പകരം അത് അദ്ദേഹത്തിന്റെ ശക്തിയായി മാറി. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ കണ്ടെത്തി, പരിശീലിപ്പിച്ചു, ഭാരതത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് സ്ഥാപിച്ചു. തന്നെ അപമാനിച്ച നന്ദരാജവംശത്തെ അദ്ദേഹം നശിപ്പിച്ചു. എങ്ങനെ? തന്നെ തളർത്താൻ ശ്രമിച്ചവരുടെ വാക്കുകൾ ഇന്ധനമാക്കി മാറ്റിക്കൊണ്ട്. ചാണക്യൻ പറഞ്ഞു, നിന്നെ താഴ്ത്തിപ്പറയുന്നവർ നിന്റെ ശത്രുക്കളല്ല, അവർ നിന്റെ ഗുരുക്കന്മാരാണ്. അവർ നിനക്ക് നിന്റെ ശക്തി കണ്ടെത്താൻ സഹായിക്കുന്നു. ഇതെത്ര ആഴത്തിലുള്ളൊരു സത്യമാണ്! നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിമർശിക്കുന്നവർ, നമ്മളെ താഴ്ത്തിപ്പറയുന്നവർ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും അവയെ മറികടക്കാനും സഹായിക്കുന്നു. പക്ഷേ ഇത് സാധ്യമാകണമെങ്കിൽ നമുക്ക് ശരിയായ മനോഭാവം വേണം. ഒരിക്കൽ ഒരു കർഷകൻ തന്റെ വയലിൽ വിത്തു വിതച്ചു. അയൽവാസികൾ വന്നു പറഞ്ഞു, ഈ മണ്ണിൽ ഒന്നും വളരില്ല, നീ വെറുതെ സമയം കളയുകയാണ്. കർഷകൻ അവരെ ശ്രദ്ധിച്ചില്ല. അവൻ കഠിനാധ്വാനം തുടർന്നു. മഴയും വെയിലും അനുഭവിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ വയൽ സ്വർണ്ണനിറമുള്ള വിളവുകളാൽ തളിർത്തു. അയൽവാസികൾ അത്ഭുതത്തോടെ നോക്കി. കർഷകൻ പറഞ്ഞു, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഈ വിളവെടുപ്പുണ്ടാകില്ലായിരുന്നു. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: നിന്റെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുക. മറ്റുള്ളവരുടെ സംശയങ്ങൾ നിന്റെ വിശ്വാസത്തെ കെടുത്താൻ അനുവദിക്കരുത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ്. അവർ രണ്ട് തരത്തിലാണ്. ഒന്നാമതായി, നിങ്ങളുടെ വിജയം കാണാൻ ആഗ്രഹിക്കാത്തവർ. അസൂയയാണ് അവരുടെ പ്രേരകശക്തി. നിങ്ങൾ മുന്നേറുന്നത് അവർക്ക് ഭീഷണിയാണ്. അവർ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ ശ്രമിക്കും. രണ്ടാമതായി, നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിരാശജനകമായ അഭിപ്രായങ്ങൾ പറയുന്നവർ. അവർ തങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കാം. അതുകൊണ്ട് മറ്റുള്ളവരെയും താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. ചാണക്യൻ പറഞ്ഞു, നായ കുരയ്ക്കുന്നു എന്നതിന് ആന നടത്തം നിർത്തുമോ? അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിന്റെ യാത്ര നിർത്തരുത്. ചാണക്യൻ നമുക്ക് പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം: മൗനമാണ് ഏറ്റവും വലിയ ശക്തി. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ അവരോട് തർക്കിക്കുകയോ തിരിച്ചു വാദിക്കുകയോ ചെയ്യരുത്. മൗനം പാലിക്കുക. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ പ്രതികരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ അവരുടെ ഗെയിമിൽ അകപ്പെടുന്നു. നിങ്ങളുടെ ഊർജം പാഴാക്കുന്നു. പകരം ആ ഊർജം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുക. നിങ്ങളുടെ വിജയം തന്നെയായിരിക്കും ഏറ്റവും നല്ല മറുപടി. സങ്കൽപ്പിക്കുക, ഒരു യുദ്ധകളം. ശത്രുക്കൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെ കോപിച്ച് അവിവേകപൂർണമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ. പക്ഷേ ഒരു മികച്ച യോദ്ധാവ് എന്താണ് ചെയ്യുക? അവൻ ശാന്തത പാലിക്കുന്നു, തന്ത്രപരമായി ചിന്തിക്കുന്നു, ശരിയായ സമയത്ത് ശരിയായ നീക്കം നടത്തുന്നു. ചാണക്യൻ ഇതിനെ കാലജ്ഞാനമെന്ന് വിളിച്ചു. സമയത്തിന്റെ ജ്ഞാനം.
ശരിയായ സമയത്ത് ശരിയായ പ്രവർത്തനം ചെയ്യുക എന്നതാണ് വിജയത്തിന്റെ താക്കോൽ. അതുകൊണ്ട് സമയത്തിനായി കാത്തിരിക്കുക എന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു തന്ത്രമാണ്. എന്നാൽ മൗനമായിരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം സഹിച്ചുകൊണ്ടു മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം. ഇവിടെയാണ് ചാണക്യൻ മറ്റൊരു സുപ്രധാനമായ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ ഒരു വിഷമില്ലാത്ത പാമ്പ് ചാണക്യനോട് ചോദിച്ചു, എനിക്ക് വിഷമില്ല, അതുകൊണ്ട് ആളുകൾ എന്നെ ഉപദ്രവിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം? ചാണക്യൻ മറുപടി നൽകി, നിനക്ക് വിഷമില്ലായിരിക്കാം, പക്ഷേ നിനക്ക് ചീറ്റാൻ കഴിയില്ലേ? വിഷമുള്ളതുപോലെ അഭിനയിക്കാൻ കഴിയില്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ലോകം പലപ്പോഴും നിഷ്കളങ്കരായ മനുഷ്യരെ മുതലെടുക്കാൻ ശ്രമിക്കും. നിങ്ങളെല്ലാവരോടും നല്ലവനായിരിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ അതിനെ നിങ്ങളുടെ ദൗർബല്യമായി കാണുന്നു. അതിനാൽ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് ചീറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ അതിരുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് എന്റെ പരിധി, ഇതിനപ്പുറം കടന്നാൽ ഞാൻ പ്രതികരിക്കും എന്നൊരു മുന്നറിയിപ്പ് നിങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടാകണം. നിങ്ങളെ ആർക്കും എന്തും പറയാം, എന്തുമാകാം എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ആവശ്യമായ ഗൗരവം എപ്പോഴും മുഖത്തുണ്ടാകണം. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വളർച്ചയാണ്. പക്ഷേ ആ വളർച്ചയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അതാരുമായും പങ്കുവയ്ക്കരുത്. നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണിത്. നമുക്കൊരു പുതിയ ആശയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമ്പോൾ നമ്മളത് ആവേശത്തോടെ എല്ലാവരോടും പറയുന്നു. കേൾക്കുന്നവരിൽ ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, ചിലർ അസൂയപ്പെടും, മറ്റു ചിലർ നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിച്ചേക്കാം. ഒരു വിത്ത് മുളച്ചു പുറത്തുവരുന്നതുവരെ അത് മണ്ണിനടിയിൽ രഹസ്യമായി ഇരിക്കണം. അത് നേരത്തെ പുറത്തെടുത്താൽ കരിഞ്ഞുപോകും. അതുപോലെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളും. നിശബ്ദമായി അധ്വാനിക്കുക. നിങ്ങളുടെ വിജയം ശബ്ദമുണ്ടാകട്ടെ. ആളുകൾ നിങ്ങളെ പരിഹസിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെയാണ് പരിഹസിക്കുന്നത്, നിങ്ങളുടെ ഭാവിയെയല്ല. ഭാവിയെ നിർമ്മിക്കുന്നത് നിങ്ങളാണ്. ആ നിർമ്മാണ പ്രക്രിയ രഹസ്യമായി സൂക്ഷിക്കുക. ഇനി നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നേരിടാം എന്നു നോക്കാം. പലപ്പോഴും നമ്മുടെ സ്വന്തം ആളുകളായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ഇത് വലിയ വേദനയുണ്ടാക്കും. ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരോടും ദുഷ്ടന്മാരോടും തർക്കിക്കാൻ നിൽക്കരുത്. ചെളിയിൽ കല്ലെറിഞ്ഞാൽ ചെളി നമ്മുടെ ദേഹത്ത് തന്നെ തെറിക്കും. അതുപോലെയാണ് ചില മനുഷ്യർ. അവരോട് തർക്കിക്കുന്നത് നിങ്ങളുടെ സമയവും സമാധാനവും കളയുകയേ ഉള്ളൂ. അവരെ അവഗണിക്കലാണ് ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരുടെ അഹന്തയ്ക്ക് മുറിവേൽക്കും. നിങ്ങളുടെ സന്തോഷം അവരുടെ പരാജയമാണ്. അവർ വിചാരിക്കുന്നത് അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുമെന്നാണ്. എന്നാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അവർ തോൽക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ, ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ഓർക്കുക, ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യയാണ് ഏറ്റവും നല്ല സുഹൃത്ത്. സൗന്ദര്യവും യൗവനവും സമ്പത്തും ഒരുപക്ഷേ നാളെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങൾ ആർജിച്ച അറിവ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. അത് കാമധേനുവിനെ പോലെയാണ്. ഏത് പ്രതിസന്ധിഘട്ടത്തിലും അത് നിങ്ങൾക്ക് തുണയായിരിക്കും. നിങ്ങളെ തളർത്തുന്നവർക്ക് നിങ്ങളുടെ പണം കവരാം, അവസരങ്ങൾ തട്ടിയെടുക്കാം. പക്ഷേ നിങ്ങളുടെ ബുദ്ധിയും അറിവും കവരാനവർക്കാവില്ല. അതുകൊണ്ട് സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ മികച്ചവനാകാൻ ശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ വളരുന്നുവോ അത്രത്തോളം താഴെ നിൽക്കുന്നവരുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാതാകും. വിമാനത്തിൽ പറക്കുമ്പോൾ താഴെയുള്ള കെട്ടിടങ്ങൾ ചെറുതായി തോന്നുന്നില്ലേ എന്നു പറഞ്ഞതുപോലെ, നിങ്ങൾ വിജയത്തിന്റെ ഉയരങ്ങളിലെത്തുമ്പോൾ ഈ വിമർശനങ്ങളെല്ലാം തീർത്തും നിസ്സാരമായി മാറും. മറ്റൊരു പ്രധാന കാര്യം സാമ്പത്തികമായ ഭദ്രതയാണ്. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ സമ്പത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പണം സർവസ്വമല്ലായിരിക്കാം, പക്ഷേ നിങ്ങളെ അപമാനിക്കുന്നവരുടെ വായ അടപ്പിക്കാൻ സാമ്പത്തിക വിജയത്തിന് കഴിയും.
ദാരിദ്ര്യം പലപ്പോഴും അപമാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് സാമ്പത്തികമായി ഉയരുക. നിങ്ങളുടെ കൈവശം ശക്തിയും സമ്പത്തുമുണ്ടാകുമ്പോൾ നിങ്ങളെ വിമർശിച്ചിരുന്നവർ തന്നെ നിങ്ങളെ തേടിവരും, നിങ്ങളെ പുകഴ്ത്തും. അതാണ് ലോകത്തിന്റെ രീതി. അത് കണ്ട് അഹങ്കരിക്കേണ്ടതില്ല, മറിച്ച് ലോകത്തിന്റെ ഈ സ്വഭാവം മനസ്സിലാക്കി വൈകാരികമായി അകലം പാലിക്കുക. ചിലപ്പോൾ തോന്നും ഇതെല്ലാം പറയാൻ എളുപ്പമാണെന്നും പക്ഷെ അനുഭവിക്കാൻ പാടാണെന്നും. ശരിയാണ്, മനസ്സ് പതറുന്ന നിമിഷങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ വ്യക്തിയുടെ അഭിപ്രായം 5 വർഷത്തിനു ശേഷം എനിക്ക് പ്രധാനമായിരിക്കുമോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ 5 മിനിറ്റ് പോലും അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവറയാക്കരുത്. നിങ്ങൾ ജനിച്ചത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെ ധർമ്മം നിറവേറ്റാനാണ്. ഓരോ മനുഷ്യനും ഭൂമിയിൽ ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം കണ്ടെത്തുക, അതിനായി ജീവിക്കുക. സൂര്യന് നോക്കൂ. മേഘങ്ങൾ വന്ന് സൂര്യനെ മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ മേഘങ്ങൾക്ക് സൂര്യന്റെ പ്രകാശത്തെ എന്നേക്കുമായി തടയാൻ കഴിയുമോ? ഇല്ല, കുറച്ചു നേരത്തേക്ക് മാത്രം. കാറ്റ് വീശുമ്പോൾ മേഘങ്ങൾ മാറും, സൂര്യൻ വീണ്ടും ജ്വലിക്കും. നിങ്ങളും ആ സൂര്യനെ പോലെയാണ്. വിമർശനങ്ങളും പരിഹാസങ്ങളും പരാജയങ്ങളും താൽക്കാലികമായ മേഘങ്ങൾ മാത്രമാണ്. അവ നിങ്ങളുടെ ഉള്ളിലെ തേജസ്സിനെ മറയ്ക്കാൻ അനുവദിക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കുക. ആത്മവിശ്വാസത്തിന്റെ കാറ്റ് വീശുമ്പോൾ ഈ മേഘങ്ങളെല്ലാം മാറിപ്പോകും. ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാട്ടിലെ മരങ്ങളെ നോക്കൂ. വളഞ്ഞ മരങ്ങൾ ആരും വെട്ടാറില്ല. നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത്. ഇതിനർത്ഥം നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കണം, പക്ഷേ വിഡ്ഢികളാകരുത് എന്നാണ്. ലോകത്തിന്റെ കാപട്യങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത്. സ്നേഹം നൽകുക, പക്ഷേ നിങ്ങളുടെ കടിഞ്ഞാൺ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെയായിരിക്കണം. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചരിത്രത്തിലെ മഹാന്മാരെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങളെയും അവഗണനകളെയും നേരിട്ടവരാണ്. അവരെയെല്ലാം ലോകമാദ്യം തള്ളിക്കളഞ്ഞവരാണ്. പക്ഷേ അവർ തളർന്നില്ല. അവരാ കല്ലുകളെല്ലാം പെറുക്കിക്കൂട്ടി വിജയത്തിന്റെ കോട്ടകൾ നിർമ്മിച്ചു. നിങ്ങളെ നോക്കി കല്ലെറിയുന്നവർക്കറിയില്ല അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടിത്തറ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന്. ഓരോ പരിഹാസവും ഒരു വാശിയായി എടുക്കുക. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്നാൽ അത് സാധിച്ചു കാണിച്ചു തരാം എന്ന വാശി. പ്രതികാരം ചെയ്യാനല്ല, മറിച്ച് പ്രൂവ് ചെയ്യാൻ. അവരോടല്ല, നിങ്ങളോട് തന്നെ. പ്രിയ സുഹൃത്തേ, ജീവിതമൊരു യുദ്ധക്കളമാണ്. ഇവിടെ ജയിക്കുന്നത് ഏറ്റവും ബലമുള്ളവനല്ല, മറിച്ച് തോൽക്കാൻ മനസ്സില്ലാത്തവനാണ്. വീഴുന്നതിൽ തെറ്റില്ല, പക്ഷേ വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് തെറ്റ്. എഴുന്നേൽക്കുക, പൊടി തട്ടിക്കളയുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കുക. ചാണക്യന്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ ആയുധമാക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുക. അവിടെ നിരാശയുടെയോ ഭയത്തിന്റെയോ വിത്തുകൾ മുളയ്ക്കാൻ അനുവദിക്കരുത്. ഓർക്കുക, നിങ്ങളൊരു വജ്രമാണ്. ചെളിയിൽ വീണാലും വജ്രം വജ്രം തന്നെയാണ്. അതിനെ കഴുകി വൃത്തിയാക്കി തിളക്കം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇന്ന് നിങ്ങളെ തളർത്തുന്നവർ നാളെ നിങ്ങളുടെ കയ്യൊപ്പിനായി കാത്തിരിക്കുന്ന കാലം വരും. വിശ്വസിക്കുക, ആ കാലം വിദൂരമല്ല. അതിനായി ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങൂ. ഈ വാക്കുകൾ നിങ്ങൾക്കൊരു പുതിയ ഊർജം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ചാണക്യന്റെ ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഒരുപക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും തളർന്നിരിക്കുന്നുണ്ടാകാം. അവർക്ക് ഈ വാക്കുകൾ ഒരു കൈത്താങ്ങായേക്കാം. കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.